കൃത്യമായ പ്ലാനിംഗ് ഒന്നുമില്ലാതെ ഒരു യാത്ര. നാടറിഞ്ഞ് നാട്ടുകാരെ അറിഞ്ഞ് സൈക്കിളിൽ ഇങ്ങനെ കേരളം ചുറ്റണം. 3 സൈക്കിളുകളിലായാണ് കുടുംബം യാത്ര തിരിച്ചത്. മൂന്ന് വയസ്സുകാരനായ ആര്യൻ മാതാവിന്റെ സൈക്കിളിന്റെ പിറകിലിരുന്നും 4ാം ക്ലാസ്സുകാരൻ കാഹിലിന്റെ കുഞ്ഞു സൈക്കിൾ പിതാവ് ആഷിഖിന്റെ സൈക്കിളിനൊപ്പം ഘടിപ്പിച്ചുമാണ് യാത്ര. യാത്രയ്ക്ക് സൈക്കിൾ തിരഞ്ഞെടുത്തതിനും കാരണമുണ്ട്. എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ ഞങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ നാടിനെ തൊട്ടറിഞ്ഞൊരു യാത്ര നല്ല ലക്ഷ്യത്തോട് കൂടിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യാന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ തീരുമാനിച്ചിറങ്ങിയത്. 1 വർഷം നീണ്ട തയ്യാറെടുപ്പാണ് യാത്രയ്ക്കായി നടത്തിയത്. ടെന്റടിക്കാനും പാചകം ചെയ്യാനുമുള്ള എല്ലാ ഉപകരണങ്ങളും സൈക്കിളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1 വർഷം എടുത്തു ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ. നമുക്ക് ഇതേപോലെ ഒരു പ്ലാന് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഇപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ റൂം എടുത്തതാണ്. പിന്നെ നമ്മള് ടെന്റും ഇതെല്ലാം കുക്കിങ്ങിനും എല്ലാ ഐറ്റംസും ഇപ്പൊ നമ്മളെ വണ്ടിയിലുണ്ട്. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ പോണതിനനുസരിച്ച് നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടെന്റ് അടിച്ചിട്ട് നിൽക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ പോണ വഴിയിൽ ഓരോരുത്തരും ഓരോ ഓഫറൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റേ. അപ്പൊ അങ്ങനെ രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചാണ് യാത്ര പുറപ്പെടുന്നത്. പണം കണ്ടെത്താനായി യാത്രക്കിടെ പെർഫ്യൂംസ് വിൽപ്പനയുമുണ്ട്. ഞാൻ ഫാർമസിസ്റ്റ് ആണ്. രണ്ടും ജോലി റിസൈൻ ചെയ്താണ് താൽക്കാലം. അപ്പൊ നമുക്ക് ട്രാവലിന് നല്ല എക്സ്പെൻസ്, ഇനിയിപ്പോ സൈക്കിളിലാണെന്നുണ്ടെങ്കിലും ചെറിയ എക്സ്പെൻസ് വരുമല്ലോ. പിന്നെ നമ്മൾ ഫ്യൂച്ചറിലുള്ള ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചെറിയ സെയിൽ നടത്തിയിട്ടാ പോകണം. ചെറിയൊരു ബ്രാൻഡ് ലൈഫ് സ്റ്റോറി പർദ്ദ എന്നിട്ടിട്ട് നമ്മള് കുറച്ച് പെർഫ്യൂം സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരള യാത്രയ്ക്ക് ശേഷം ഇന്ത്യ മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്യുക എന്നതാണ് ഇവരുടെ സ്വപ്നം. ഈ പുതുവത്സരത്തിൽ തങ്ങളുടെ സ്വപ്നയാത്രയ്ക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആഷിഖും വർദ്ധയും. അൻരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.